ഗ്ലൈഡറിന് ഹൈദരാബാദ് പോകണം. എത്ര ദിവസത്തിനാണ്? 1, 2, 3, 4, 5, 6, 7. ഹൈദരാബാദ് ഉച്ചക്കാണ് പോണത്. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫൈസലൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് അവിടെ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ബാക്കി കൊമ്പന്മാരുണ്ട്. നമുക്ക് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി വെക്കാം. സൗണ്ട് ചെയ്തിങ്ങനെ നമ്മളെ സലാംസിൻ്റെ അല്ലേ. അങ്ങനെ നമ്മളെ ഗ്ലൈഡറിൻ്റെ ഉള്ളിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സാധനമാണ്. ഹലോ മച്ചന്മാരെല്ലാവർക്കും നമ്മൾ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇതാക്കണു നമ്മളെ സ്വന്തം ലെജൻഡിൻ്റെ നറാച്ചിലല്ലേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡാനിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രകാശം എന്ന് പോന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഡാനിൻ്റെ ഫുൾ റിവ്യൂ ആയിക്കാണ് നമ്മൾ വരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളെ ഷെഡിൽ ഇതാക്കണു നമ്മളെല്ലാ കൊമ്പന്മാരും ഇങ്ങനെ നിറന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതായത് നമ്മളെ എല്ലാ കൊമ്പന്മാരെ കാണിച്ചിക്കാണ്ടില്ല ഒരു ചെറിയൊരു വീഡിയോ നമ്മളെ ഷെഡിലെ വിശേഷങ്ങളൊക്കെ ആയിക്കാണ്ട് നമുക്ക് എന്നാ വീഡിയോയിലേക്ക് പോയേക്കാം. അത് നമ്മളെ ഗൗതമുണ്ട് അവിടെ. ഗൗതമാണ് നമ്മളെ വീഡിയോസൊക്കെ എടുത്തിരുന്നത്. നമുക്ക് പോയേക്കല്ലേ. നമ്മളെല്ലാവരും ഉണ്ട് കണ്ടല്ലേ. എല്ലാവരും ഇങ്ങനെ തിരുമ്പിയൊക്കെ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇങ്ങനെ തോരട്ട് തേക്കണ്. ഇന്നാണെന്ന് വെയിലൊന്നുമില്ലേ. നല്ല മഴേനും. നമ്മളെ എല്ലാവരും ചോദിക്കണ പാബ്ലോ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ ബോസ് ഉണ്ട് ഇവിടെ. ബോസ് ഇതാ നേരത്തെ വന്നിക്കണ്. ബോസിൻ്റെ വണ്ടിയാണിത്. ബോസ് അവിടെ ഓഫീസിലുണ്ട്. എല്ലാവർക്കും അറിയാം നമ്മളെ ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. പിന്നെ നമ്മളെ ഗ്ലൈഡർ ഇതാക്കണം ഇവിടെ. ഗ്ലൈഡർ ഇന്ന് നമ്മളെ എവിടെ പോണത്? അതെ, ഗ്ലൈഡറിന് ഹൈദരാബാദ് പോകണം. എത്ര ദിവസത്തിനാണ്? 4 ദിവസത്തെ പരിപാടിക്ക് ഗ്ലൈഡർ ഫൈസൽക്ക് ഉള്ളിലുണ്ട്. നമുക്ക് പോയേക്കാം. നമ്മളെ ഫൈസൽക്ക് പിന്നെ ആരെങ്കിലും പോണേ? ഫൈസൽക്കും കൊച്ചുചേട്ടനും ഡബിളാണ് പോണത്. കണ്ടില്ലേ ഫൈസൽക്ക് നമ്മളെ ഗ്ലൈഡറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരുക്കങ്ങളാണ്. രാവിലെ 9 മണി ആയിട്ടുള്ളൂ. ഹൈദരാബാദ് ഉച്ചക്കാണ് പോണത്. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ നമ്മളെ ഫൈസലൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഫൈസൽക്ക പുതിയ സീറ്റാറാ? വാശിത സീറ്റാറ കണ്ടില്ലേ. ഈ സൈഡ് ഇട്ടിട്ടില്ല. കഴിഞ്ഞ ഷോർട്ട് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഫൈസൽക്കാക്ക് സീറ്റാറ് കണ്ടില്ല. എല്ലാ സീറ്റായാലും 2 കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം 8. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. അല്ലാണ്ട് ഇതിനുള്ളിൽ സീറ്റാർ ഇടാൻ പറ്റില്ല. കാരണം ഒടുക്കത്തെ ചൂടേകരം. അതിൽ നിങ്ങളിന്ന് പോയെന്ന് വരാ? ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ വരും അല്ലേ. എത്ര? 5 ദിവസത്തിനോ 6 ദിവസത്തിനോ? 5 ദിവസത്തെ ട്രിപ്പാണ്. ഇത് എവിടുന്നാണിത്? വേങ്ങരന്ന്. ഫാമിലിയാ? എന്താ ട്രിപ്പും 2 ദിവസത്തെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉണ്ട്. കണ്ടില്ല നമ്മളെ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് അവിടെ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ബാക്കി കൊമ്പന്മാരുണ്ട്. നേരന്ന് നിൽക്കണ നമ്മളെ പുത്തൻ കൊമ്പൻ ഡാനി ഇവിടെ തന്നെ ഉണ്ട്. ഉള്ളിൽ കൊണ്ടുവന്നിട്ടാണ്. അന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടാണ്. അതായത് നമ്മൾ വണ്ടി ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഗൗതമണില്ലേ, ഗൗതമൊക്കെ ഇപ്പോൾ ഫുള്ള് ആത്മാർത്ഥമായിട്ട് പൈസക്കാർക്ക് പണിയെടുത്ത് കൊടുക്കണോ? വീഡിയോ കണ്ടോണ്ടല്ല കേട്ടോ. വീഡിയോ കണ്ടോണ്ടെന്നല്ല, ഗൗതം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഭയങ്കര ആത്മാർത്ഥമുള്ള ആളായുണ്ട്. ഏതാ വൈറ്റ് സീറ്റാറല്ലേ? പ്രീമിയം അങ്ങനെ ഇതാക്കണം. 2 ആളും നല്ല സീറ്റാർ ഇടുന്ന പണിയിലാണ്. നമുക്ക് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി വെക്കാം. ഫസിൽക്കകത്ത് ഇൻവെർട്ടർ ഓണാക്കില്ല? എവിടെയാണ്? നമ്മൾ ഇൻവെർട്ടർ ഓണാക്കില്ല. ഇൻവെർട്ടർ ഓണാക്കി ഇങ്ങനെ ഓരോ സ്വിച്ച് ഇട്ട് നോക്കാം. എന്തൊക്കെയാ വരുന്നുണ്ടോക്കാം. ഇതാണ് ഇവിടെയാണ് നമ്മൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കണേ. ഒരു ചെറിയ ആമ്പും പിന്നെ അത് നമ്മളെ വോളിയത്തിൻ്റെ ബാസിൻ്റെ കൺട്രോളിങ്ങും പിന്നെ ചെറിയൊരു സ്റ്റീരിയോ പിന്നെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളും വന്നിരിക്കണേ. ഏത് സ്വിച്ച് ഓൺ ആക്കണ്ടോ? അതെന്തൊന്നും കത്താത്ത? അവിടെ സ്വിച്ച് ഉണ്ടോ? ഇപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അതാ ഒക്കെ വന്നു. എന്താ ലൂസിയാനോ ബാക്കിലുണ്ടല്ലേ വലിയ നെയിം ബോർഡില്. അത് പിക്സലല്ലേ? അത് പിക്സലാണ്. പിക്സലില് ഏറ്റവും ബാക്കിൽ ഇത് അതേപോലെ അങ്ങനെ കൊടുത്തിക്കണ്. പിന്നെ ആ പ്രീമിയം ലെവലിലായതുകൊണ്ട് വേറെ ഫാൻസി ലൈറ്റുകളൊന്നും ഇല്ല അല്ലേ. അപ്പൊ നമ്മളെ വണ്ടിയിൽ സൗണ്ട് ചെയ്തിക്കണേ നമ്മളെ സലാംസിന്റെ അല്ലേ? സലാംസിന്റെ അമീൻക്കാണ് നമ്മളെ വണ്ടിയിൽ
സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അതുകൊണ്ടില്ലേ നമ്മളെ സ്പീക്കറിന്റെ ചിറ്റാർ ഇങ്ങനെ ഒരു ഗോൾഡൻ ടച്ചിൽ ആ ഒരു പ്രീമിയം സെഗ്മെന്റിൽ നമ്മളെ ബെൻസിന്റെ എംബ്ലം, ലെജൻഡിന്റെ എംബ്ലം, പിന്നെ ഇതെല്ലാം യൂസ് ചെയ്യാനൊക്കെ കൊടുത്താണ്ട് സാധനം കാണുന്ന പോലെ ഒന്നല്ല. എടാ ഈ സീറ്റ് അവർ ആരട്ടെ തിരിച്ചിട്ടിക്കണേ? അത് ഇതിപ്പോ പേരില്ലായിട്ടോ. ഫൈസൽക്കാരൻ ശ്രദ്ധിക്കേണ്ടത്. ഫൈസൽക്കാ അതിന് സെൻട്രലായതുകൊണ്ടോ അതിന് പേരില്ലോണ്ടുണ്ട്. പേരുണ്ടോ? ഇല്ലടാ, അത് വേറാണ്. അതാ എന്നെ പുതിയത് അടിച്ചാലേ ആരോ ചാമ്പി പോയി. നമ്മളെ ബർത്തും ഇങ്ങനെ 2 പിക്സലും ഉണ്ട് അല്ലേ, സ്ട്രിപ്പ് ആയിക്കാണ്ട്. മാന്യമായിട്ടില്ല. അതെ, കേരള MVD ആഗ്രഹിക്കുന്ന സെറ്റിങ്സ് ആണ് ഇപ്പൊ ഈ വണ്ടിയിലുള്ളത്. അങ്ങനെ നമ്മളെ ഗ്ലൈഡറിന്റെ ഉള്ളിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സാധനമാണ്. ഇതാ ലൂസിയാനോ പിക്സലില് സാധനം പോണണ്ടില്ലേ. ഇതിപ്പോ പകല് കാണുന്ന മാതിരിയാവില്ല, രാത്രി നല്ല വട്ടം ഉണ്ടാവില്ല ഇത്. നല്ല കേറുമ്പോ തന്നെ എല്ലാരും അട്രാക്ട് ചെയ്യണ ഒരു സംഭവമാണിത്. കണ്ടില്ലേ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് ഒരു ഡയമണ്ട് മാതിരി അല്ലേ? ഡയമണ്ട് തന്നെയാണത്. ഡയമണ്ടിന്റെ പോലത്തെ ഡയമണ്ട് സംഭവങ്ങളാണ് ആ ഒരു ഡിസൈനിലുള്ള സാധനം. അപ്പൊ ഇതാക്കണോ ഡയമണ്ടിലാണ്, ഡയമണ്ട് പോലത്തെ ഒരു കല്ല് മാതിരി ഇതിന്റെ ഉള്ളില്. അതിലാണ് ഈ പിക്സലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ വണ്ടി നമ്മളെ 2x2 ആണ്, അതായത് നമ്മളെ ബക്കറ്റ് സീറ്റ് ആണ് വരുന്നത്. അതും പുഷ് ബാക്ക് സാധനം. നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അതില്. പൈസ ഒക്കെ കാണിച്ചെടുത്താ സുഖമായിട്ട് കിടന്നുറങ്ങി പോകാൻ പറ്റിയ രീതിയിലുള്ള എത്ര ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. നല്ല ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള എല്ലാതും വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഡാനിയിലും അങ്ങനത്തെ സീറ്റാണ്. 2+2 സെയിം സീറ്റ് തന്നെയാണ്. പിന്നെ നമ്മളെ വണ്ടിയിൽ മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2 TV ഉണ്ട്. കാർബണിന്റെ. അത് എത്ര ഇഞ്ചാടാ? ചെറിയൊരു അല്ലേ, അതായത് ബാക്കിൽ ഇരിക്കണവർക്ക് ഫ്രണ്ട് അത്യാവശ്യം ഗ്ലൈഡർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമുണ്ട്. അപ്പൊ ബാക്കിൽ ഇരിക്കണവർക്ക് കാണാന് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് മാതിരിയുള്ള ഒരു TV ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ എത്ര ഇഞ്ചാ? ഫ്രണ്ടിലൊരു 32 ഇഞ്ചിന്റെ സാംസങ്ങിന്റെ ഫ്രണ്ടിലൊരു 32 ഇഞ്ചിന്റെ TV ഉണ്ട്. കണ്ടില്ലേ, ക്യാബിൻ എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ ആ ഒരു ഏരിയ അല്ലേ, ഡാഷ്ബോർഡും കാര്യങ്ങളും ഇങ്ങനെ കണ്ട. പക്ഷെ ഇവിടുത്തെ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇവിടെ ഈ സീറ്റിൽ ഇരുന്നിട്ട് പോണേ, അത് ഇങ്ങനെ നോക്കുമ്പോ 2 സൈഡും അല്ലേ, ഒരു 3D സിനിമ കാണുന്ന ഫീലാണ്. ഇവിടെ ഇങ്ങനെ ഈ ഫ്രണ്ടത്തെ ഈ 2 സീറ്റിൽ ഇരുന്ന് പോകുമ്പോ പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്ടില്ലേ സുഖമായിട്ട്. നമുക്കിങ്ങനെ ഇരുന്ന് കടന്നിട്ട് ഉറങ്ങിയിട്ടൊക്കെ വേണമെങ്കിൽ ഹൈദരാബാദൊക്കെ പിന്നെ പോണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഇങ്ങനത്തെ ബസ് പോണ ഒരു ക്ഷീണം ഈ ഒരു ഇതിൽ കിട്ടൂല അല്ലേ. പിന്നെ എല്ലാ വീലും എയർ ആയതുകൊണ്ട് തന്നെ യാത്ര കംഫർട്ട് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇതിൽ പോയാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മളെ ബോസ് പോണു. ബോസ് ഫുള്ള് ബിസിയാണ്. ഇങ്ങോട്ടൊന്നും മെയിൻ്റെ ആക്കാനുള്ള ഒരു ഇതില്ല, ഫുൾ തിരക്കിലാണ്. അതായത് പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. മോമിലേക്ക് പോവാ, മോമിലേക്കും പോവാണ്. രണ്ടെണ്ണം പോകണുണ്ടല്ലേ, എന്തോ പരിപാടി ഉണ്ട്. അടുത്തെന്തോ ഒരു ഇതായിക്കാണ്ട് പോവാണ്. എവിടേക്കെങ്കിലും രാവിലെ തന്നെ. അങ്ങനെ ഇതാക്കണു മച്ചന്മാർ. ഇതാണ് നമ്മളെ ഷെഡിലെ ഇപ്പത്തെ എല്ലാ കൊമ്പന്മാരും ഉണ്ട്. അതായത് പാമ്പിള ഇതാക്കണു ഇവിടേക്കാണ് മാറ്റിയിട്ടിരിക്കണ്. നമ്മളെ കാറിലുണ്ട് ഇവിടെ. കാറില അങ്ങോട്ട് തിരിച്ചിരിക്കണം, ഫ്രണ്ടൊക്കെ ആ ഭാഗത്തേക്കാണ്. അവിടെ നമ്മൾ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്താ നമ്മളെ ഗ്ലൈഡർ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ പോവും, ഹൈദരാബാദ് പോവും. എന്താ നമ്മളതാ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇതാ ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഉണ്ട്. പിന്നെ എല്ലാവരെയും വികാരമായ ഡോൺ ഇതാ. പിന്നെന്താ നമ്മളെ മാഫിയ ഉണ്ട്. പിന്നെ അത് നമ്മളെ പുത്തൻവണ്ടി ഇവിടെ ഉണ്ട്, അതായത് ഡാനി. ചെക്കനെയും കൊണ്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങും. അതായത് ചെക്കൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ അല്ലാണ്ട് എടുത്തില്ല. നമ്മൾ അന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. പിന്നെ ഞാൻ വണ്ടിയിൽ ഇന്നലെ നമ്പർ കിട്ടിയത്. അപ്പം നമ്മളത് വണ്ടിയും കൊണ്ട് നമ്മൾ TVS പോകുന്നുണ്ട്. അതായത് ഷോറൂമിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. അപ്പം നമ്മളെ ചെറുക്കനെയും കൊണ്ട് കോഴിക്കോട് പോകുമ്പോൾ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതാണ്. നമ്മളെ ബാക്കി കൊമ്പന്മാരൊക്കെ തങ്ങൾ ഇവിടെ അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ ലെജൻഡിൻ്റെ നറാച്ചിയിൽ. അതായത് ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഒറ്റ ഇതിൽ കിട്ടി. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 4
5, 6, 7. ഇനി നമ്മളെ 8ാമത്തെ വണ്ടി, അതായത് ഒരു 34 സീറ്റും കൂടി വരാനുണ്ട്. പിന്നെ നമ്മൾ 9ാമത്തെ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കണോ ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മളെ അർബാനിയ. ഇത് നമ്മളെ ചെറുക്കനെ കൂട്ടി കയറ്റിക്കാണ്, ചെറുക്കൻ്റെ ഒരു തട്ടകത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. നമ്മളെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ഇതാകണം. ഓഫീസിൽ ഇപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ടുണ്ടാവും. 3 ആളും വന്നിട്ടുണ്ട്, കാരണം 3 ചെരുപ്പ് അവിടെ കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളും. എല്ലാവരും ഉറങ്ങണതും റെസ്റ്റ് എടുക്കണതൊക്കെ ഇവിടെയാണ്. നമ്മളെ ഓഫീസിലിതാ ലെജൻഡിൻ്റെ വലിയ, അതായത് അങ്ങേയറ്റമുള്ളൊരു എഡിറ്ററായ ഫായിസ് ഇവിടെ ഉണ്ട്. എല്ലാമായ ഇത് എവിടെ വിളിച്ച ഫോൺ എടുത്തുണ്ടെങ്കിൽ അന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. അത്രക്ക് തിരക്കാടാ, ഡിസൈനിങ്ങിനല്ല കടയിലുള്ള പാതി സാധനം ഞാൻ ഡിസൈൻ ചെയ്തതാ. കണ്ടോ ആ പറച്ചിൽ കേട്ടോ, അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മളെ ചെറുക്കം കമ്പ്യൂട്ടറും തുറന്നു വെച്ചാണ്ട് ഇങ്ങനെ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്താ കണക്ക് മൊത്തം ഈ തലയിലാണ്. അങ്ങനെ ഇതാണ് നമ്മളെ ഓഫീസും കാര്യങ്ങളും. ഇതാ കണ്ടില്ലേ, നമ്മളെ കൊച്ചേട്ടൻ അങ്ങനെ എത്തി. കൊച്ചേട്ടൻ ഹൈദരാബാദ് പോണീൻ്റെ ഡീസലിൻ്റെ കണക്കും കാര്യങ്ങളും നോക്കുകയാണ്. നമ്മളെ നിലവറ തുറക്കാൻ പോവല്ലേ, തുറക്കാൻ പറ്റണില്ല. എന്താ നോക്കണേ പൈസക്കാർ എന്താ നോക്കണേ? നിങ്ങൾ മണ്ടല്ലേ, പൈസക്കാർക്ക് ക്യാമറ കണ്ടതിന് അപ്പം പായും. കണ്ടില്ല, നിലവറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഉള്ളിൽ കൊള്ളാത്തതുകൊണ്ട് കുറേ സാധനം പുറത്ത് വെച്ചിക്കണേ. കിട്ടിയോ? അങ്ങനെ ഇതാക്കണേ നമ്മളെ ഗ്ലൈഡർ ഷോറൂമിൽ കൊണ്ടുപോകണം. ഹൈദരാബാദ് കൊണ്ടുപോകണതിന് മുന്നേ ഷോറൂമിൽ ഒന്ന് കാണിച്ചിട്ട് നമ്മളെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ്. പൈസക്ക് ഒറ്റക്കാണ് പോണേ ഷോറൂമിൽ, ഈ വലിയൊരു വണ്ടിയും കൊണ്ട്, ക്ലീനറൊന്നും ഇല്ലാതെ. പൈസക്ക് ഒറ്റക്കൊമ്പനേക്കാണ്ട് പോകണല്ലേ, ഒറ്റക്കൊമ്പൻ വൈബാണ്. പൈസക്കാർക്ക് എന്തിനാ ക്ലീനർ എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്ത് 12 മീറ്റർ എന്നാ ചോദിച്ചത് പൈസക്ക. ഇത് കണ്ടില്ല, കണ്ണിങ്ങാണ്. ഈ മൂലയും ആ മൂലയും ഇവിടെ കറക്റ്റാണ്. അവിടെ വേൽക്കമ്പി ഉണ്ട്. ഇനി ഈ സൈഡ് നോക്കുമ്പോഴും കണ്ടില്ലേ, അളന്ന് മുറിച്ചിട്ടില്ല പോക്കണതൊക്കെ. എക്സ്പീരിയൻസ് എന്ന് പറയാം, കുറേ ആയില്ലേ. പോട്ടെ. അങ്ങനെ ഫൈസൽക്ക ഷോറൂമിൽ പോയിട്ട് പിന്നെ നേരെ ആളെ പിക്ക് ചെയ്യാൻ പോകും. എന്നിട്ട് പിന്നെ ആളെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വൈക്കുന്നാണ് കൊച്ചേട്ടൻ കയറുക. അതേരെ ഫൈസൽക്ക് ഒറ്റക്കൊമ്പനായിക്കാണ്ട് പോകും. അങ്ങനെ ആക്കണ് ഫൈസൽക്ക ഗ്ലൈഡറും കൊണ്ട് പോയി. ഇനിയിപ്പോൾ ഇതാക്കണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാ വണ്ടിയും കാണും. ആ ഒരു വലിയൊരു സാധനം ഈ സെൻറ്ററിൽ ഇട്ടിട്ട് അതിന് ഈ സൈഡിൽ കയറി ഫുള്ളും മാറാണ്ടായിരുന്നത്. അപ്പം മച്ചന്മാരെ നമുക്ക് ഇന്നാക്കൊണ്ട് നമുക്ക് ഇനി അടുത്ത് നമ്മൾ ഡാനിൻ്റെ ഒരു കിടിലം വീഡിയോസ് ആയിക്കൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.